നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. തോൽവിക്ക് അവസാനം ഒരു വിജയം, അതുമാത്രമാണ് അവർ ആഗ്രഹിച്ചത്. 20 വർഷക്കാലമായിട്ട് ടീം ജയിച്ചിട്ടേയില്ല. ഇന്നലെ പക്ഷേ ആദ്യം ഗോളടിച്ച് ലീഡൊക്കെ എടുത്തതാണ്. എന്നാൽ ഇന്നലെയും തോൽവിയായിരുന്നു ഫലം. 20 വർഷങ്ങളായിട്ട് വിജയമില്ലാതെ മുന്നോട്ട് പോകുന്നു സാൻ മാരിനോ ദേശീയ ടീം. ഇപ്പോൾ 210 സ്ഥാനത്താണ് ഫിഫ റാങ്കിങ്ങിൽ അവരുള്ളത്. ഇന്നലത്തെ മത്സരത്തിൽ സെൻറ്റ് കിറ്റ്സ് ആൻഡ് നേവീസിനെതിരെ അവർ ആദ്യം ലീഡെടുത്താണ്. 147 സ്ഥാനത്താണ് സെൻറ്റ് കിറ്റ്സ് ആൻഡ് നേവീസ് ഉള്ളത്. എന്നാൽ പിന്നീട് 3 ഗോളുകൾ വഴങ്ങി 1-3 സാൻ മാരിനോ പരാജയപ്പെടുകയായിരുന്നു. ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നാണ് സാൻ മാരിനോ. അതേസമയം സെൻറ്റ് കിറ്റ്സ് ആൻഡ് നേവീസ് കരീബിയൻ രാജ്യമാണ്. മത്സരം നടന്നത് സാൻ മാരിനോയിൽ വെച്ചിട്ടാണ്. കളിയുടെ 21 മിനിറ്റിൽ ബെറാഡിയിലൂടെ പെനാൽറ്റി ഗോൾ അടിച്ചുകൊണ്ട് സാൻ മാരിനോ ലീഡെടുത്തതാണ്. അവരൊരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാരണം 20 വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു വിജയം. പക്ഷേ 31 മിനിറ്റിൽ ടെഴലും 45 മിനിറ്റിൽ ബർലിയും ഗോളടിച്ചതോടെ സെൻറ്റ് കിറ്റ്സ് ലീഡെടുത്തു. പിന്നീട് രണ്ടാം പകുതിയിൽ അടുത്ത ഗോൾ കൂടി, പനായിറ്റോയുടെ ഗോൾ കൂടി വന്നപ്പോൾ 49 മിനിറ്റിൽ ആ ഗോൾ കൂടി വന്നപ്പോൾ പിന്നെ മറുപടിയില്ല. സാൻ മാരിനോ 1-3 പരാജയപ്പെട്ടു. 20 വർഷക്കാലമായി ഒരു വിജയം കണ്ടിട്ട് അവരുടെ വിജയത്തിനായുള്ള കാത്തിരിപ്പ് 2 പതിറ്റാണ്ടും കഴിഞ്ഞ് നീണ്ടങ്ങനെ പോവുകയാണ്. എന്നെങ്കിലും ജയിക്കുമെന്ന പ്രതീക്ഷയോടെ ഒരു ഫുട്ബോൾ ടീം പന്ത് തട്ടിക്കൊണ്ടേയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.